ഹായ് ഫ്രണ്ട്സ്, ഇത് യഥാർത്ഥ ആനയല്ല. ഇന്ന് തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവിൽ നടക്കിരുത്തിയ ബാലദാസൻ എന്ന യന്ത്രയാനയാണ്. തിരുവനന്തപുരത്ത് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും ഇത് എൻ്റെ ഒരു ആദ്യത്തെ കാഴ്ചയാണ് യന്ത്രയാന. പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ആനിമൽസും നടി ആദാ ശർമ്മയും ചേർന്നാണ് ഇന്നിവിടെ ആനയെ നടക്കിരുത്തിയത്. അതുപോലെ ആനയ്ക്ക് 800 കിലോഗ്രാം ഭാരവും 11 അടി ഉയരവുമുണ്ടത്രേ. പിന്നെ 4 പേർക്ക് ആനപ്പുറത്തേറി തിടമ്പേറ്റാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ക്ഷേത്രവിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ പീറ്റ ഇന്ത്യ എന്ന ആനിമൽ ഓർഗനൈസേഷനിൽ നിന്നാണ് വരുന്നത്. 2 ദശലക്ഷത്തിലധികം അംഗങ്ങളും അനുയായികളുമുള്ള ഒരു മൃഗസംരക്ഷണ സംഘടനയാണ് പീറ്റ ഇന്ത്യ. ബാലദാസൻ എന്ന ഈ മെക്കാനിക്കൽ ആനയെ പൗർണമിക്കാവ് ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്യുന്നതിൽ നടി ആദാ ശർമ്മയ്ക്കൊപ്പമുള്ള പങ്കാളിത്തത്തിന് പീറ്റ ഇന്ത്യ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. ഇത്തരമൊരു തീരുമാനത്തിലൂടെ യഥാർത്ഥ ആനകൾക്ക് അവരുടെ വനപരിസ്ഥിതികളിൽ താമസിക്കുവാനും കൂടാതെ പലപ്പോഴും ആനകളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുന്നു. നമ്മുടെ പൂജകളിലും പുണ്യാനുഷ്ഠാനങ്ങളിലും യഥാർത്ഥ ആനകളെ പോലെ തന്നെ പ്രധാന കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ബാലദാസനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആന ഈശ്വരീയ ധർമ്മത്തിൻ്റെ ഒരു പ്രതീകമാണെന്ന് അറിയിക്കുന്നു. ശനീശ്വരൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപ് ഈ ഒരു വലിയ ചടങ്ങിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും പൗർണമിക്കാവിലെ അമ്മയുടെ അനുഗ്രഹവും മഹാഗണപതിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് സംഘടന